നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം കൊല്ലത്ത്. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. വികസന മുരടിപ്പും വാഗ്ദാന ലംഘനവും. നൌഷാദ് എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച്. മാടന്നട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് എംഎൽഎ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. ബസ് യാത്രയ്ക്കിടെ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു. അഞ്ചൽ കണ്ണങ്കോട് സ്വദേശി അന്നമ്മ ജോണിന്റെ മാലയാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കിഴക്കൻ മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന് ബിജെപി. തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് 13-ന് മാർച്ച് നടത്തും. ഇക്കോ ടൂറിസത്തിന്റെ വികസന മുരടിപ്പിന് പരിഹാരം കാണണമെന്നും ബിജെപി. വിശദമായ വാർത്തകളിലേക്ക്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം കൊല്ലം ആശ്രമത്ത് നടന്നു. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു സമാഗമ ശതാബ്ദി ആഘോഷങ്ങൾക്കാണ് ആശ്രമം മൈതാനം വേദിയായത്. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന പരിപാടിക്ക് ശതാബ്ദി ആഘോഷ സമിതിയാണ് നേതൃത്വം നൽകിയത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ ഘടനാവിശേഷം മഹാത്മാഗാന്ധിയോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല പ്രശ്നം, അതൊന്നും ഗാന്ധിയെ ബാധിക്കുകയുണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനം. They could have beaten him, put him in jail. അവർക്ക് അദ്ദേഹത്തെ പ്രഹരിക്കാമായിരുന്നു, തടവറയിൽ അടക്കാമായിരുന്നു, maybe even killed him. Nothing would have happened. അവർ വിചാരിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ വധിച്ചു കളയാൻ പോലും സാധിക്കുമായിരുന്നു. So then I thought to myself, there is a difference between force and power. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തിയും അധികാരവും തമ്മിലുള്ള അന്തരം. The British Empire had force. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അവരുടെ ശക്തി, but they had no power. പക്ഷെ അവർക്ക് അധികാരമുണ്ടായിരുന്നു, പക്ഷെ ധാർമ്മികമായിട്ടുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. Gandhiji had no force, but he had the truth, and so he had power. ഗാന്ധിജിക്ക് അധികാരശക്തിയോ മേധാശക്തിയോ ഉണ്ടായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ധാർമ്മികമായ ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ. And the same way Narayana Guru ji had no strength. അതുപോലെ നാരായണ ഗുരുവിന്റെ കയ്യിൽ മേധാശക്തിയോ ആധിപത്യ ശക്തിയോ ഉണ്ടായിരുന്നില്ല. He did not have huge amounts of wealth. അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നില്ല. He did not drive in a fancy car. അദ്ദേഹം ഒരു വലിയ വിനോദം പോലുള്ള ആഘോഷിക്കപ്പെടുന്ന പോലുള്ള വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. But he was easily the most powerful man in Kerala. പക്ഷേ ആ കാലഘട്ടത്തിലെ ഏറ്റവും സുശക്തനായ മനുഷ്യൻ മഹാത്മാഗാന്ധിയായിരുന്നു എന്ന് നാം മനസ്സിലാക്കും. കെ.സി. വേണുഗോപാൽ എം പി മുഖ്യ പ്രഭാഷണം നടത്തി. ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന 10,000-കണക്കിന് സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, 100 വർഷങ്ങൾക്ക് മുമ്പ് വൈക്കത്തെ ഇണ്ടംതുരുത്തി മന, അവിടെ മഹത്തരമായൊരു സംവാദം നടന്നു. മഹാത്മാഗാന്ധി ഇണ്ടംതുരുത്തി മനയിലെത്തിയിട്ട് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവാദത്തിൽ അവിടെ മനയിലെ അധിപരുമായി ചർച്ച നടത്തുകയുണ്ടായി. പക്ഷേ ആ ചർച്ച സമ്പൂർണ്ണമായിട്ട് പരാജയമായി മാറുകയാണ് ചെയ്തത്. ആ സന്ദർഭത്തിന് ശേഷമാണ് മഹാത്മാഗാന്ധി ശിവഗിരിയിൽ എത്തുന്നത്. ഇണ്ടംതുരുത്തി മനയിൽ മഹാത്മാഗാന്ധിക്ക് തൻ്റെ ഉദ്ദേശസാധ്യം സാധിക്കാൻ കഴിയാതെ അപമാനിതനായിട്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നുവെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി ആദരവാണ് ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിക്ക് നൽകിയത് എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് സ്വാമി സച്ചിദാനന്ദ, ട്രസ്റ്റ് സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി, ബെസേലിയോസ് മർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബ, കുര്യാക്കോസ് മാർ സേവേരിയോസ്, ഡോക്ടർ സാമുവൽ മാർ തയോഫിലോസ്, ഡോക്ടർ യുയാക്കിം മാർ കോറിലോസ്, ബിഷപ്പ് ജോസ് ജോർജ്, പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ, സാമൂഹ്യ പരിഷ്കർത്താക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, സമുദായ നേതാക്കൾ, മതപണ്ഡിതർ തുടങ്ങിയവരുൾപ്പെടെ നിരവധി പേരാണ് ശതാബ്ദി ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നീണ്ടകര താലൂക്ക് ആശുപത്രി കെട്ടിടവും സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ഉദ്ഘാടനം നടത്തി. കിഫ്ബിയിൽ നിന്നും 46.43 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്.
സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളും 113 കിടക്കകളും ഇവിടെയുണ്ട്. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെയും സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും ഉദ്ഘാടനമാണ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചത്. എൻ വിജയൻപിള്ള MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പരിശ്രമഫലമായി കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 46.43 കോടി രൂപ വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 75,000 സ്ക്വയർ ഫീറ്റുള്ള 2 കെട്ടിടങ്ങളാണ് പൂർത്തീകരിച്ചത്. കടലിന് അഭിമുഖമായാണ് വാർഡുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ICU, ലാബുകൾ, എക്സ്റേ യൂണിറ്റ്, മോഡുലാർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, മോഡുലാർ ഫാർമസി, ലേബർ റൂം, സ്പെഷ്യാലിറ്റി ബ്ലോക്കുകൾ, 113 കിടക്കകൾ, 16 ICU കിടക്കകൾ, 22 OP മുറികൾ തുടങ്ങിയ സൗകര്യങ്ങൾ ആശുപത്രിയിലുണ്ട്. ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. നമ്മുടെ നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെയും സിമെറ്റ് നഴ്സിംഗ് കോളേജിന്റെയും ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. 1951 സ്ഥാപിതമായിട്ടുള്ള ആശുപത്രിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രി. പ്രത്യേകിച്ചും മത്സ്യബന്ധന തീരദേശ മേഖലയായ ഈ പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നല്ല നിലയിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രി. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വളരെ പരിമിതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവിടെ കിഫ്ബിയിലൂടെയാണ് 46 കോടി രൂപ, 43 ലക്ഷം രൂപ ചെലവഴിച്ച് 46.43 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ഭവന നിർമ്മാണ ബോർഡാണ് ഈ നിർമ്മാണം സാധ്യമാക്കിയത്. ഒട്ടേറെ തടസ്സങ്ങൾ ഇതിൻ്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, സാങ്കേതികമായിട്ടുള്ള പ്രയാസങ്ങൾ. ഞാൻ പല തവണ ഇവിടെ ആശുപത്രി സന്ദർശിച്ചിരുന്നു. ബഹുമാനപ്പെട്ട MLAയും ഉണ്ടായിരുന്നു. നിർമ്മാണം ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലും മിനിസ്റ്റർ തലത്തിലും ഒക്കെ പലതവണ അവലോകനം ചെയ്യപ്പെട്ടു. അധിക ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കണമെന്ന നിർദ്ദേശം സർക്കാർ അംഗീകാരത്തിനായി നൽകിയിട്ടുണ്ടെന്ന് ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പറഞ്ഞു. താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തി, താലൂക്ക് ഹോസ്പിറ്റലായിട്ട് പേര് ഉയർത്തിയെങ്കിലും അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളും സ്റ്റാഫ് പാറ്റേണിലൊന്നും മാറ്റം വരാത്തതിനാൽ ഈ വികസനം ഉണ്ടായില്ല. അങ്ങനെ 2016-17 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ താലൂക്ക് ഹോസ്പിറ്റലായി ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും സ്റ്റാഫ് പാറ്റേണും മാറ്റണമെന്ന് അന്നത്തെ MLA ശ്രീ N വിജയൻപിള്ള അവർ നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷെ അന്നത്തെ സെക്രട്ടറി അടക്കം, ആരോഗ്യവകുപ്പ് സെക്രട്ടറി അടക്കം അതിനൊരു വിഷയമായി പറഞ്ഞത് തൊട്ടടുത്ത് തന്നെയാണ് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ സാമീപ്യം. കരുനാഗപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയ ദൂരമില്ല, കൊല്ലം ആസ്ഥാന ജില്ലാ ആശുപത്രി എന്ന് പറഞ്ഞാലും വലിയ ദൂരമില്ല. ഇതിനിടയ്ക്ക് ഒരു താലൂക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് സർക്കാരിന് അധിക ബാധ്യതയാണ്, അതിന് വലിയ ഒരു പ്രസക്തിയില്ല എന്നൊരു നിലപാട് എടുക്കുകയും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. പിന്നീട് അത് നിരന്തരം ഇടപെടലിലൂടെ, അതിശക്തമായ ഇടപെടലിലൂടെയാണ് അന്നത്തെ MLA ശ്രീ നിരന്തര ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഫേർട്ടുകൾ അങ്ങ് വളരെ കുറഞ്ഞു പോകും. ഏതാണ്ട് 10, 20, 30 പ്രാവശ്യം ഈ പറഞ്ഞ ഓഫീസുകളെല്ലാം നിരന്തരം കയറി ഇറങ്ങി നടന്ന് അവരെ വീണ്ടും ആ തീരുമാനം മാറ്റുവാൻ വേണ്ടിയിട്ട് അതിശക്തമായ പ്രയത്നങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു പുതിയ സംരംഭം കിഫ്ബിയുടെ സഹായത്തോടുകൂടി നിർവഹിക്കുവാൻ സാധിച്ചത്. സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ, തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് ശ്രീമംഗളൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം B ശശികുമാർ, നീണ്ടകര പഞ്ചായത്ത് അംഗങ്ങളായ നിജ അനിൽ, രാജി ബാബു, ആരതി ലക്ഷ്മി, ഷേർലി ഹെൻറി, ചവറ ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ഷീജ AL, ഡോക്ടർ ദേവ് കിരൺ, പ്രൊഫസർ ഷക്കില K, അജി മേനോൻ, അഡ്വക്കേറ്റ് രാജൻ പിള്ള, വേദവ്യാസൻ, ഹരികൃഷ്ണൻ, ചവറാഷ, ഡോക്ടർ മെയ്സി വില്യംസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. M നൌഷാദ് MLAയുടെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. വികസന മുരടിപ്പും വാഗ്ദാന ലംഘനവും ആരോപിച്ചാണ് മാർച്ച് നടത്തിയത്. മാടൻതട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. വികസന മുരടിപ്പും വാഗ്ദാന ലംഘനങ്ങളും ആരോപിച്ചാണ് BJPയുടെ നേതൃത്വത്തിൽ M നൌഷാദ് MLAയുടെ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. ഇരയൂരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാടൻതട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് MLA ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. BJP വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് S പ്രശാന്ത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം ഇരയൂരത്ത് യാതൊരുവിധ വികസനങ്ങളും കൊണ്ടുവരാൻ MLAക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനപ്രതിനിധികൾ വീണ്ടും മത്സരിക്കാൻ അവർ നോക്കുമ്പോൾ അവർ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനത്തെങ്ങുമില്ലാത്ത നിലയിൽ സാധാരണക്കാരന്റെ ജനജീവിതം മുട്ടിച്ചുകൊണ്ടുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായി പോകുന്നു. സർവ്വമേഖല ഇപ്പം ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുകയാണ്. നിങ്ങൾക്കറിയാം, ബഹുമാനിയായിട്ടുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജ് ഏതാണ്ട് 6 മാസക്കാലം മുമ്പാണ് പറഞ്ഞത് കേരളത്തിന്റെ മെഡിക്കൽ രംഗത്തിന്റെ സിസ്റ്റം ശരിയല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, 8-9 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീമതി വീണ ജോർജ് 6 മാസം മുമ്പ് പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം ശരിയല്ല. ആ കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞാൽ
ഇടതുമുന്നണിയുടെ സിസ്റ്റം ശരിയല്ല, CPM-ന്റെ സിസ്റ്റം ശരിയല്ല, CPI-യുടെ സിസ്റ്റം ശരിയല്ല, അവരുടെ ഭരണം ശരിയല്ല. ആ ആരോഗ്യമന്ത്രിയുടെ ഭരണത്തിൽ കീഴിൽ BJP കിളികൊല്ലൂർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു. ഇരവിപുരം നിയമസഭാ ഇൻചാർജ് CS ശൈലേന്ദ്രബാബു മുഖ്യപ്രഭാഷണം നടത്തി. NDA ചെയർമാൻ ഹരീഷ് തക്കടം, BDJS ജില്ലാ വൈസ് പ്രസിഡന്റ് S ഹരി, നിഷ, അഡ്വക്കേറ്റ് S വേണുഗോപാൽ, സുഗന്ധി, AG ശ്രീകുമാർ, അയത്തിലപ്പക്കുട്ടൻ, ഡെസ്റ്റിമോണ, രജനി V, രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് പ്രാധാന്യം നൽകി ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 56 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. തൊഴിലുറപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമം എന്നിവയ്ക്ക് ബജറ്റിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമ പ്രവർത്തനങ്ങളും മുതിർന്ന പൗരന്മാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ദുർബല വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, ആരോഗ്യമേഖല എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 55,83,54,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനന്ദസ് മുണ്ടകത്തിൽ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ചിടത്തോളം തനത് വരുമാന ലഭ്യത കുറവായതിനാലും വിവിധ മേഖലകളിലുള്ള ഇടപെടലിന് പരിമിതികളുള്ളതിനാലും സർക്കാർ ഫണ്ടുകൾ, ഗ്രാൻറ്റുകൾ, MP, MLA വികസന ഫണ്ടുകൾ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, ഹെൽത്ത് ഗ്രാൻഡ് തുടങ്ങിയ ഫണ്ടുകൾ വിവിധ മേഖലകളിൽ ഉചിതമായ വിനിയോഗിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു ബഡ്ജറ്റ് രൂപീകരിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. 2026-27 സാമ്പത്തിക വർഷത്തിൽ ജനറൽ മേഖലയിൽ 3,19,50,800 രൂപയും, പ്രത്യേക ഘടക പദ്ധതിയിൽ 1,60,32,000 രൂപയും, മെയിൻ്റനൻസ് ഫണ്ട് ഇനത്തിൽ 2,38,99,000 രൂപയും, ജനറൽ പർപ്പസ് ഫണ്ട് ഇനത്തിൽ 98,97,000 രൂപയുമാണ് വരവായി പ്രതീക്ഷിക്കുന്നത്. സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതർക്ക് ഭവന നിർമ്മാണം PMAY പദ്ധതിയിൽ 2,12,00,000 രൂപയും, ലൈഫ് ഭവന പദ്ധതിയിൽ 90 ലക്ഷം രൂപയും, NREGS പദ്ധതിയിൽ 45 കോടി രൂപയും, മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിഹിതം, ഗുണഭോക്തൃ വിഹിതം, ബാങ്ക് പലിശ, മറ്റ് സംസ്ഥാന ആവിഷ്കൃത ഫണ്ട്, തനത് ഫണ്ടായി ലക്ഷം രൂപ ഉൾപ്പെടെ ആകെ 55,94,00,000 രൂപയും വരവായി പ്രതീക്ഷിക്കുന്നു. ബജറ്റ് അവതരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ് അധ്യക്ഷത വഹിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് ഇന്ന് അവതരിപ്പിച്ചിരിക്കുകയാണ്. ജീവകാരുണ്യ രംഗത്തെ ഇപ്പോൾ ഏറ്റവും വലിയ ഒരു അധ്യായമായി മാറിയ ആഷ്ലിൻ ഷെറിൻ എന്ന് പറയുന്ന അവയവദാനം ചെയ്ത പ്രിയപ്പെട്ട പൊന്നുമോളുടെ പേരിലാണ് ഇത്തവണത്തെ ചവറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആരോഗ്യ പ്രവർത്തനങ്ങളിലും യുവജനക്ഷേമ പ്രവർത്തനങ്ങളിലും മുൻനിർത്തിക്കൊണ്ട് ആണ് ഇത്തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. മുന്നോട്ടുള്ള പാതയിൽ പുരോഗമനപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും നൂതനമായിട്ടുള്ള നവീനമായിട്ടുള്ള ആശയങ്ങളുമായി വരും കാലങ്ങളിൽ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകും. അതിനുള്ള ആദ്യപടിയാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണം. ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ മേരി ചെറിയാൻ, S രേഖ, ശരത്ത് പട്ടത്താനം, അംഗങ്ങളായ പ്ലാവേലിൽ ശശികുമാർ, ഐറിൻ, ബുഷ്ര, സീമ തങ്കച്ചി, അപർണ അജയകുമാർ, ജോയ്മോൻ അരനല്ലൂർ, ഷമീർ പുതുക്കുളം, കൊണ്ടോടിയിൽ മണികണ്ഠൻ, സെക്രട്ടറി പ്രേംശങ്കർ, അക്കൗണ്ടന്റ് അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. പെരിനാട് വില്ലേജ് ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങൾ. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ലൈറ്റ് പ്രകാശിക്കാതായിട്ട് ബന്ധപ്പെട്ടവർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആക്ഷേപം. പെരിനാട് ഗ്രാമപഞ്ചായത്തിനും വില്ലേജ് ഓഫീസിനും സമീപത്ത വില്ലേജ് ജംഗ്ഷനിലാണ് ഹൈമാസ് ലൈറ്റ് മാസങ്ങളായി പ്രകാശിക്കാത്തത്. പെരിനാട് ഗ്രാമപഞ്ചായത്തിന്റെ ചുമതലയിലാണ് ലൈറ്റ് പ്രവർത്തിപ്പിച്ചിരുന്നത്. MA ബേബി MLA ആയിരുന്ന സമയത്ത് MLA ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. ലൈറ്റ് പ്രകാശിക്കാതായതോടെ പ്രദേശത്തെങ്ങും സന്ധ്യ മയങ്ങിയാൽ ഇരുട്ടാണ്. സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും മദ്യപന്മാരുടെയും ഇഴജന്തുക്കളുടെയും ശല്യവും ഇവിടെയുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ സമീപത്ത് ലൈറ്റ് പ്രകാശിക്കാത്തതായിട്ടും നടപടി സ്വീകരിക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. പെരിനാട് പഞ്ചായത്തിലെ ഹൈമാക്സ് ലൈറ്റ്, ഈ പെരിനാട് പഞ്ചായത്ത് ജംഗ്ഷനിലെ ഹൈമാക്സ് ലൈറ്റ് ഇപ്പോൾ തന്നെ അത് തകരാറിലായിട്ട് മാസത്തോളമായി, എത്രയോ മാസങ്ങളായി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടുന്നത് പെരിനാട് ഗ്രാമപഞ്ചായത്താണ്. ഇതൊന്നും തന്നെ ശരിയായ രീതിയിൽ ഉത്തരവാദിത്തോടുകൂടി ചെയ്യുവാൻ ഈ ഭരണസമിതി തയ്യാറാവുന്നില്ല. അവർക്ക് ഇത്തരം കാര്യങ്ങൾക്ക് ഒന്നും തന്നെയല്ല ഇവരുടെ താല്പര്യങ്ങൾ. മറ്റു ചില ഗിമ്മിക്കുകൾ കാണിച്ച് ജനങ്ങളെ കബളിക്കുകയും വഞ്ചിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് ഇടത് ഭരണസമിതിക്ക് താല്പര്യം. അടിയന്തരമായി പെരിനാട് ജംഗ്ഷനിലെ, ഈ പറയുന്ന വില്ലേജ് ജംഗ്ഷനിലെ ഹൈമാക്സ് ലൈറ്റ്
പ്രവർത്തിപ്പിച്ചില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികൾ BJP തയ്യാറാകും. ഇതിനെതിരെ BJP റീത്ത് വെച്ച് ഉൾപ്പെടെ പ്രതിഷേധ സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. ഇത് അടിയന്തരമായി ശരിയാക്കി ഈ ജംഗ്ഷനിലെ പെരിനാട് ഹൃദയഭാഗമായ പെരിനാട് വില്ലേജ് ജംഗ്ഷനിലെ ഇരുട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. ലൈറ്റ് പ്രകാശിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ബസ് യാത്രക്കിടെ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷണം പോയി. അഞ്ചൽ കണ്ണങ്കോട് സ്വദേശി അന്നമ്മ ജോണിന്റെ മാലയാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. ബസ് യാത്രയ്ക്കിടെയാണ് വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷണം പോയത്. കൊല്ലം അഞ്ചൽ കണ്ണങ്കോട് റെജിവിലാസത്തിൽ അന്നമ്മ ജോണിന്റെ 1.25 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണമാലയാണ് കഴിഞ്ഞ ദിവസം ബസ് യാത്രയ്ക്കിടെ മോഷ്ടിക്കപ്പെട്ടത്. 4:15 ഞങ്ങൾ ചാമക്കാല ബസ്സിൽ കയറി എനിക്ക് ഒരു സീറ്റ് കിട്ടി. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര ആളായിരുന്നു. അങ്ങനെ ഒരു സ്കെൽറ്റ് ഒരു പെണ്ണ് വന്ന് എൻ്റെ സൈഡിൽ തോളിലോട്ട് ചരിഞ്ഞിങ്ങനെ കയ്യും തോളെ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. തെള്ളുകൊണ്ടാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കണ്ണങ്കോട്ട് ഇറങ്ങാൻ ടിക്കറ്റും എടുത്തു. മേരിമാത പള്ളിയുടെ അവിടെ ചെന്നപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തോണ്ടൊക്കെ. അപ്പോഴ് ഞാൻ വിചാരിച്ചു തെല്ലിൻ്റെ ഇടയിൽ ആരും കൈ തട്ടിയതാണ്. ഞാൻ തിരിഞ്ഞൊന്ന് ഒന്ന് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. ഞാൻ അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു തോണ്ടൊക്കെ, തോളത്ത് ഒരു തോണ്ടൊക്കെ. അപ്പോഴും ഞാൻ വിചാരിച്ച അവിടെ കൈ എൻ്റെ തോളെ ഇരിക്കുമല്ലയോ, അത് തെള്ളുകൊണ്ട് എൻ്റെ തോളിലോട്ട് വന്നതാന്ന് കണ്ട് ഞാൻ വീണ്ടും നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇടിച്ചിവിടെ താഴെ ഒരു ഇങ്ങനെ ഒന്ന് തൊട്ടു. അപ്പോൾ വിചാരിച്ച് തെള്ളായുണ്ട്. പിന്നെ നോക്കിയില്ല, അങ്ങനെ അങ്ങിരുന്നു. ആലഞ്ചേരിയിൽ വണ്ടി നിർത്തി കുറച്ച് പേര് ഇറങ്ങി. അന്നേരം ഞാൻ നോക്കിയപ്പോഴൊക്കെ ഈ ചുമന്ന ഷാളിട്ടൊരു മെലിഞ്ഞ പെണ്ണാണ് എൻ്റെ തോളത്തോട്ട് ഇങ്ങനെ ചാരി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഉദ്ദേശം എനിക്കില്ലാഞ്ഞോണ്ട് ആ ഒരു തോന്നൽ എനിക്ക് വന്നില്ല. തെള്ളായോണ്ടാന്ന് വിചാരിച്ച് വൈകിട്ട് 4:30 അഞ്ചലിൽ നിന്നും പുറപ്പെട്ട വാളകം ആനക്കുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ചാമക്കാല ബസ്സിലാണ് അന്നമ്മ അഞ്ചലിൽ നിന്നും കണ്ണങ്കോടിലേക്ക് കയറിയത്. യാത്രാസമയത്ത് തന്റെ അടുത്ത് ഒരു യുവതി തട്ടിമുട്ടി നിൽപ്പുണ്ടായിരുന്നുവെന്നും ഇവരാണ് സ്വർണ്ണമാല മോഷ്ടിച്ചതെന്നുമാണ് അന്നമ്മ ജോൺ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കണ്ണങ്കോട്ട് നിന്ന് വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എടുത്ത മാലയില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്റെ മാല അഞ്ചല് വെച്ച് ഉണ്ടായിരുന്ന ബസ്സിൽ കയറിയപ്പോഴാ പെണ്ണുങ്ങളിങ്ങനെ മോഷണം ഉണ്ടെന്ന് ഓരോരുത്തർ പറയുന്നത് കേട്ട് എന്റെ മാല അങ്ങനെ പോയതാണല്ലോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് ചിന്തിച്ചപ്പോൾ എവള് തോണ്ടി ഈ 3 പ്രാവശ്യം തോണ്ടിയത് എന്റെ മാലയിലായിരുന്നു, അതെടുക്കാനായിരുന്നു. അങ്ങനെ അവള് ഈ ഇങ്ങോട്ട് താത്ത് ഇവിടുന്ന് തോണ്ടി ഇങ്ങോട്ട് ഇട്ടിട്ട് അവള് കട്ട് ചെയ്യാൻ നേരം അപ്പോഴൊക്കെയാ ഈ ചെറുതായിട്ട് ഇവിടെ തോണ്ടി തന്നതിന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങോട്ട് ഇറക്കി ഇട്ടിട്ട് അവിടെ വെച്ച് മറ്റാരും കാണാതെ ഇവളിങ്ങനെ മേളിൽ കമന്ന് കിടന്നോണ്ട് അത് അവിടെ കട്ട് ചെയ്ത് വലിച്ചെടുത്ത്. സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണം പുനരാരംഭിച്ചു. പമ്പ് ഹൌസ് തകരാറായതിനെ തുടർന്ന് ഇവിടെ കുടിവെള്ള വിതരണം മുടങ്ങിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉപരോധ സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. ശൂരനാട് വടക്കുഭാഗത്ത് കുടിവെള്ള വിതരണം തകരാറിലായിട്ട് ഏറെ നാളായിരുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലക്ഷ്മി ബിജുവിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ശാസ്താംകോട്ട AXCയെ ഉപരോധിച്ചു. ഉപരോധ സമരം അവസാനിപ്പിച്ചത് അടിയന്തരമായി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന ഉറപ്പിലായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പമ്പ് സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ള വിതരണം പുനരാരംഭിച്ചത്. ഇതോടെ ശൂർനാട് വടക്ക് ഭാഗത്തെ കുടിവെള്ളക്ഷാമത്തിന് താൽക്കാലിക പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തും. കിഴക്കൻ മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുക, തെന്മല ഇക്കോ ടൂറിസത്തിന്റെ വികസന മുരടിപ്പിന് പരിഹാരം കാണുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നതെന്ന് BJP നേതാക്കൾ അറിയിച്ചു. 13-ന് രാവിലെയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്കാണ് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. 13-ന് രാവിലെ ബഹുജന മാർച്ചും ധർണയും നടത്തുമെന്ന് കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ഇടമൺ റജി, BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് തെന്മല രാജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കിഴക്കൻ മലയോര മേഖലയിൽ കർഷകർ നേരിടുന്ന വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക, തെന്മല ഇക്കോ ടൂറിസത്തിന്റെ വികസന മുരടിപ്പ് മാറ്റി വിനോദസഞ്ചാരികൾക്ക് പ്രയോജനപ്പെടുത്തുക, രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, ഭവനരഹിതരായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വീട് വെച്ച് നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. വലതുകര കനാൽ ശുചീകരിക്കണമെന്നും തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ന്യൂനപക്ഷ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു സക്രിയ, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി ലതിക ഭായി,
മാമ്പഴത്തറ ചന്ദ്രശേഖരൻ, ഉദയൻ, അജീഷ്, ഇടമൺ ടി സന്തോഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പലതരത്തിലുള്ള വികസനങ്ങൾ നടത്തിവരുന്നതിന്റെ ഭാഗമായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്ത് വികസിത കേരളത്തിൽ എല്ലാ മേഖലയും വികസിതം ആക്കുന്ന ലക്ഷ്യത്തിലേക്ക് കേരളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ തെന്മല പഞ്ചായത്ത് വികസിത തെന്മല പഞ്ചായത്ത് എന്ന ലക്ഷ്യവുമായി തെന്മല പഞ്ചായത്ത് ഭരണസമിതിയും ആ സമിതിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് BJPയുടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ എല്ലാവിധ പിന്തുണയുമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. തെന്മല ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വളരെ വലിയ അപകടത്തിന്റെ അവസ്ഥയിലും വികസന മുരടിപ്പിന്റെ കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും പിന്നോട്ടുള്ള ഒരു പഞ്ചായത്താക്കിയിരിക്കുകയാണ് ഇടതു വലതുപക്ഷ പാർട്ടികളുടെ ഭരണം. ഇക്കോ ടൂറിസം മേഖലയിൽ ഏഷ്യയിലെ ആദ്യത്തെ സഫാരി ചിത്രശലഭ പാർക്ക് സ്ഥാപിച്ചിട്ടുള്ള തെന്മല ഇന്ന് എവിടെ നിൽക്കും? ഏറ്റവും ടൂറിസത്തിന് അനന്തമായ സാധ്യതയുള്ള തെന്മല ഗ്രാമപഞ്ചായത്തിലെ ടൂറിസം പദ്ധതികൾ താലൂക്ക് തലത്തിൽ വളരെ പിന്നോട്ടത്തിലാണ്. വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി തെന്മല പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇന്നിവിടെ ഈ പത്രസമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത് പുനലൂർ നിയോജകമണ്ഡലത്തിലുള്ള എല്ലാ സ്ഥലത്തുമുള്ളയാണ് കുടിവെള്ള പ്രശ്നം. പ്രത്യേകിച്ചും തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകൾ നിരവധി തോട്ടം മേഖലകളിൽ തൊഴിലാളികൾ വസിക്കുന്ന മേഖലയാണ്. ഒന്നാമത് പ്രത്യേകിച്ച് നേരത്തെ ശ്രീമാൻ പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സംസാരിച്ച പോലെ തെന്മല എക്കോ ടൂറിസം ഇത്രയും ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ പഞ്ചായത്തിൽ വന്നിരിക്കുന്ന ശുചിത്വത്തെക്കുറിച്ചാണ് എനിക്ക് ബോധിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഇടയ്ക്കെങ്ങാനും ശ്രദ്ധിച്ചാൽ അറിയാം, റോഡിൻ്റെ 2 സൈഡുകളിലും വേസ്റ്റേജുകൾ രാത്രിയിൽ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് എറിയുകയാണ്. ഈച്ചയുടെയും നാറ്റവും കാരണം മനുഷ്യർക്ക് എങ്ങും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന് BJPയുടെ നേതൃത്വത്തിൽ സമരപരിപാടി പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. കാരണം അതിനകത്ത് പന്നി, മയില്, പാമ്പുകളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം ഞാൻ താമസിക്കുന്ന ഏരിയയിൽ ഇവർ കുടിവെള്ളത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്നതാണ് കനാൽ ജലം. ആ ജലത്തിനകത്ത് കനാൽ ഉണങ്ങിക്കഴിയുമ്പോൾ ഉള്ള വേസ്റ്റുകളും മരങ്ങൾ വരെ വാരിയിട്ട് അശുദ്ധമാക്കി കിടക്കുന്ന ആ കനാലിനകത്തോടാണ് ഇവർ ഈ ശുദ്ധവെള്ളം കുടിക്കാൻ വെള്ളം ഒഴുക്കി വിടുന്നത്. ആ 2 സൈഡിലും കാട് കയറി പാമ്പ് പെരുകി കിടക്കുക. അവിടാണ് പന്നി പെറ്റ് കിടക്കുന്നത്. പകല് പോലും പന്നി ശല്യമാണ്. ഈ തൊഴിലുറപ്പുകാരെ കൊണ്ട് TV കാട്ടിൽ പോയി ആർക്കും ആവശ്യമില്ലാത്ത രീതിയിൽ കുഴിയടുപ്പിക്കുന്ന നേരത്ത് ഈ വെള്ളം തുറന്നു വിടുന്നതിന് മുമ്പേ ആ കനാലൊന്ന് ശുദ്ധിയാക്കിയിട്ട് ആ വെള്ളം തുറന്നു വിട്ടിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അതൊരു ഉപകാരപ്രദമായി തീർന്നേനെ. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പൊതുജനാരോഗ്യം, സാമൂഹ്യക്ഷേമം, ഭവന നിർമ്മാണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് 32 കോടി 26 ലക്ഷം രൂപ വരവും 32 കോടി 15 ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. കൃഷി, പൊതുവിദ്യാഭ്യാസം, കുടിവെള്ളവും ശുചിത്വവും തുടങ്ങിയ മേഖലകൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പൊതുജനാരോഗ്യം, സാമൂഹ്യക്ഷേമം, ഭവന നിർമ്മാണം തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 32 കോടി 26,40,900 രൂപ വരവും 32 കോടി 15,94,875 രൂപ ചെലവും 10,46,025 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B. ശിവശങ്കരപിള്ള അവതരിപ്പിച്ചത്. പൊതുജനാരോഗ്യ മേഖലയിൽ 2.13 കോടി രൂപയും പട്ടികജാതി ക്ഷേമത്തിന് 1.3 കോടിയും സാമൂഹ്യക്ഷേമ മേഖലയിൽ 1.18 കോടിയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ അവയവദാന രക്തദാന ഗ്രാമമായി മാറ്റുന്നതിനുള്ള പുനർജനി പദ്ധതി, പന്നികളുടെ ആക്രമണത്തിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുന്നതിന് കെണിയൊരുക്കി പന്നിശല്യം ഒഴിവാക്കുന്നതിന് കൂടുകൾ സ്ഥാപിക്കുന്ന കെണി പദ്ധതി, തെരുവുനായ ശല്യം ഒഴിവാക്കുന്നതിനായി പോർട്ടബിൾ ABC യൂണിറ്റ് സ്ഥാപിക്കൽ, ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നൈപുണ്യ പരിശീലനം നൽകുന്ന ഒപ്പം പദ്ധതി, കൗമാര പെൺകുട്ടികൾക്ക് ആരോഗ്യ പരിപാലനത്തിനുള്ള അവൾക്കൊപ്പം പദ്ധതി എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നുണ്ട്. കൃഷി, പൊതുമരാമത്ത്, പൊതുവിദ്യാഭ്യാസം, യുവജനക്ഷേമം, കലാസാംസ്കാരികം, കുടിവെള്ളം, ശുചിത്വം തുടങ്ങിയ മേഖലകൾക്ക് പുറമെ തൊഴിൽ,
തൊഴിൽ സൗകര്യങ്ങളൊരുക്കൽ, പ്രകൃതിക്ഷോഭം മൂലമുള്ള ദുരിതാശ്വാസം, മണ്ണ്, ജലസംരക്ഷണം, ക്ഷീരവികസനം, മൃഗസംരക്ഷണം, ഗ്രാമവികസനത്തിനുള്ള പ്രത്യേക പരിപാടികൾ, പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ, ചെറുകിട ഗ്രാമീണ വ്യവസായം എന്നീ മേഖലകളിലും ബജറ്റിൽ തുക വകയിരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി രഞ്ജിത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പ്രധാന വാർത്തകൾ വീണ്ടും. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമ ശതാബ്ദി ആഘോഷം കൊല്ലത്ത്. ശിവഗിരി മഠവും രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രവും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. വികസന മുരടിപ്പും വാഗ്ദാന ലംഘനവും. നൌഷാദ് എംഎൽഎയുടെ ഓഫീസിലേക്ക് ബിജെപി മാർച്ച്. മാടന്നട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് എംഎൽഎ ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. ബസ് യാത്രയ്ക്കിടെ വീട്ടമ്മയുടെ സ്വർണ്ണമാല മോഷ്ടിച്ചു. അഞ്ചൽ കണ്ണങ്കോട് സ്വദേശി അന്നമ്മ ജോണിന്റെ മാലയാണ് മോഷണം പോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കിഴക്കൻ മലയോര മേഖലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന് ബിജെപി. തെന്മല ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് 13-ന് മാർച്ച് നടത്തും. ഇക്കോ ടൂറിസത്തിന്റെ വികസന മുരടിപ്പിന് പരിഹാരം കാണണമെന്നും ബിജെപി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.